നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളാർ പാനലുകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ബൈഫിഷ്യൽ സോളാർ പാനലുകളെ കുറിച്ച്. എന്താണ് ബൈഫിഷ്യൽ സോളാർ പാനൽ? രണ്ട് പ്രതലത്തിൽ മുകൾ സൈഡിലും താഴെ സൈഡിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള സോളാർ പാനലുകളെയാണ് നമ്മൾ ബൈഫിഷ്യൽ സോളാർ പാനലുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇവയുടെ ഗുണങ്ങൾ? ഒന്ന്, കൂടുതൽ പ്രൊഡക്ഷൻ. സാധാരണ സോളാർ പാനലുകളെ അപേക്ഷിച്ച് 10% മുതൽ 30% വരെ ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. സ്ഥല ലാഭം. കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. രണ്ട് വശത്തെ ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഇതിന് ആയുസ് കൂടുതലായിരിക്കും. ചില കമ്പനികൾ ഇതിന് 30 വർഷം വരെയൊക്കെ വാറണ്ടി കൊടുക്കാറുണ്ട്. കുറഞ്ഞ പ്രകാശത്തിലും കൂടുതൽ പ്രവർത്തനം ഇത് നടത്തുന്നു. രണ്ട് സൈഡിലും ഗ്ലാസ് ഉള്ളത് കൊണ്ട്, പ്രതിഫലനം നടക്കുന്നത് കൊണ്ട് രണ്ട് സൈഡിലും ജനറേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം കൂടുതൽ ചൂടാണ്. ആ ചൂടിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുകൾ ഈ സോളാർ പാനലുകൾക്കുണ്ട്. എന്തൊക്കെയാണ് ഇവയുടെ ദോഷവശങ്ങൾ നോക്കാം. ഒന്ന്, ഇതിന്റെ ഉയർന്ന വില തന്നെയാണ് മെയിൻ പ്രശ്നം. രണ്ടാമത്, ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള പ്രോബ്ലം. നമുക്കറിയാം സാധാരണ ഓർഡറൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഒരു മാർജിനിലായിരിക്കും എടുക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന് താഴെയുള്ള റിഫ്ലക്ഷൻ അടിക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും. അതിന് കുറച്ച് വരുന്ന ഉയർന്ന ചിലവ്. രണ്ടാമത്, ഈ സോളാർ പാനൽ വയ്ക്കുന്ന സ്ഥലത്ത് പ്രതിഫലനം ലഭിക്കണം. അടിഭാഗത്തേക്കുള്ള വെട്ടം കിട്ടുന്നത് പ്രതിഫലനം വഴിയാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ സോളാർ പാനലിന്റെ ഉപയോഗം ചെയ്യില്ല. ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വെളുത്ത പ്രതലത്തിലോ മാത്രമേ ഇത് കാര്യക്ഷമമായി വർക്ക് ചെയ്യുള്ളൂ. ഇരുണ്ട പ്രതലങ്ങളിൽ സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാളേഷനിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്രതലങ്ങളിലോ ഇത് വെച്ച് കഴിഞ്ഞാൽ കാര്യമായ ജനറേഷൻ ലാഭം നമുക്ക് ലഭിക്കില്ല. ചരിഞ്ഞ മേൽക്കൂരയുടെ മുകളിലൊക്കെ നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പ്രതീക്ഷിച്ച ലാഭം ജനറേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഇതിന് റിഫ്ലക്ഷൻ അടിക്കുന്ന സ്ഥലത്ത് വയ്ക്കണം. പിന്നെ ഇതിന്റെ ക്ലീനിങ് നമുക്ക് രണ്ട് സൈഡ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് രണ്ട് സൈഡും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. എങ്കിലേ നമുക്ക് വ്യക്തമായ നല്ല ലാഭത്തോടു കൂടിയ ജനറേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.